Divisional Accountant Officer, Important One-Word Question, Part 4. Trading and Profit and Loss Account and Balance Sheet. അതിൽ ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്ന പോർഷനിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ നമ്പർ 54. വാട്ട് ഈസ് ബാലൻസ് ഷീറ്റ്? ബാലൻസ് ഷീറ്റ് എന്താണെന്നാണ്. അപ്പോൾ എന്താണെന്ന് നോക്കാം. ബാലൻസ് ഷീറ്റ് എന്ന് പറഞ്ഞാൽ എ ബാലൻസ് ഷീറ്റ് ഈസ് എ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ടു അസർട്ടൈൻ ദ ട്രൂ പൊസിഷൻ ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റി ആസ് ഓൺ എ പർട്ടിക്കുലർ ഡേറ്റ്. അപ്പം ബാലൻസ് ഷീറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ നേരത്തെ ഇതിൽ പറഞ്ഞിട്ടുണ്ട്. ഫൈനൽ അക്കൗണ്ടിൻ്റെ നമ്മൾ ട്രേഡിങ് അക്കൗണ്ടും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും പ്രിപ്പയർ ചെയ്തിട്ട് ലാസ്റ്റ് ഒരു ബാലൻസ് ഷീറ്റ്. അത് എന്തിനാണ് ബാലൻസ് ഷീറ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്? ഇൻ ഓർഡർ ടു നോ ദ ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് ദി ഓർഗനൈസേഷൻ. ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നത് എന്താണ്? ടു ഡിസ്ക്ലോസ് ദ ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് എ ഫേം. ഒരു ഫേമിൻ്റെ ഫിനാൻഷ്യൽ പൊസിഷൻ ഡിസ്ക്ലോസ് ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ബിസിനസ്സിൻ്റെ ഫിനാൻഷ്യൽ പൊസിഷൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റിനെയാണ് ബാലൻസ് ഷീറ്റ് എന്ന് പറയും. ഇപ്പോൾ നമ്മളൊരു ബാങ്കിൽ ഒരു ലോണിന് വേണ്ടി അപ്ലൈ ചെയ്താൽ, ഇപ്പോൾ ഒരു ഇൻഡിവിജ്വൽ പേഴ്സൺ ആണെങ്കിൽ അയാളുടെ ഫിനാൻഷ്യൽ പൊസിഷൻ കാണിക്കാൻ വേണ്ടി നമ്മൾ എന്തായിരിക്കും ഒരു ബാങ്കിൽ കൊടുക്കുന്നത്? പുള്ളിയുടെ ലാൻഡോ ഗോൾഡോ ഒക്കെ ആയിരിക്കും കാണിക്കുന്നത് ഇൻഡിവിജ്വൽ പേഴ്സൺസിന് ലോൺ എടുക്കാൻ വേണ്ടി. ഇപ്പോൾ ഒരു ബിസിനസ് ഫേം ആണെങ്കിൽ അവരെന്തായിരിക്കണം കാണിക്കേണ്ടത്? അവരവരുടെ ഒരു ഫിനാൻഷ്യൽ ഇയർ എൻഡിലെ പർട്ടിക്കുലർ എൻഡിലെ ഒരു ബാലൻസ് ഷീറ്റ് ആയിരിക്കണം അവർ കാണിക്കേണ്ടത്. അതുകൊണ്ടാണ് ഇത് എന്താണ് അവരുടെ ഫിനാൻഷ്യൽ പൊസിഷൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് എന്ന് പറയുന്നത്. അപ്പം മനസ്സിലായല്ലോ ബാലൻസ് ഷീറ്റ് എന്താണെന്ന് വെച്ചാൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 55. The financial position of business on a particular date is shown on. അപ്പം നമുക്കറിയാം ഒരു പർട്ടിക്കുലർ ഡേറ്റിലാണ് നമ്മൾ ഫിനാൻഷ്യൽ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പം ബാലൻസ് ഷീറ്റിൽ ഒരു പർട്ടിക്കുലർ ഡേറ്റിൽ പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റാണ് ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ എഴുതുന്നത് എന്താണ്? ബാലൻസ് ഷീറ്റ് ആസ് ഓൺ എ ഡേറ്റ് എന്ന് വെച്ചാണ് നമ്മൾ എഴുതുന്നത്. എല്ലാ അസറ്റുകളുടെയും ലയബിലിറ്റികളുടെയും സമ്മറിയാണ് എന്തെന്ന് പറയുന്നത്? ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നത്. അപ്പം ബാലൻസ് ഷീറ്റിനകത്ത് നമുക്കൊരു രണ്ട് സൈഡുണ്ട്, ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും. ലെഫ്റ്റ് സൈഡിൽ അസറ്റുകളെല്ലാം എഴുതും, ലെഫ്റ്റ് സൈഡിൽ ലയബിലിറ്റീസ് എല്ലാം എഴുതും, റൈറ്റ് സൈഡിൽ അസറ്റുകളെല്ലാം എഴുതും. എന്നിട്ട് നമ്മൾ എന്താണ് അത് ടോട്ടൽ ചെയ്യുമ്പം ഈ രണ്ട് സൈഡും ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും ഈക്വൽ ആവണം. ഈക്വൽ ആകുമ്പോഴേ അത് എന്താണ് ആ ഒരു ഫേമിന് ഫിനാൻഷ്യൽ പൊസിഷൻ ആക്യുറേറ്റ് ആണെന്ന് പറയാൻ പറ്റുള്ളൂ. സോ ഒരു പർട്ടിക്കുലർ ഡേറ്റിലാണ്, അല്ലെങ്കിൽ നമുക്ക് ഈ ട്രയൽ ബാലൻസ് ഒക്കെ നമുക്കൊരു മന്ത്ലിയോ ഒരു ഹാഫ് ക്വാർട്ടർലിയോ ഒക്കെ പ്രിപ്പയർ ചെയ്യാം. പക്ഷേ നമുക്കൊരു ബാലൻസ് ഷീറ്റ് ഒരു 1 ഇയറിൻ്റെ എൻഡിൽ, ഇപ്പം സ്വാഭാവികമായിട്ടും നമ്മുടെ ഇന്ത്യയിൽ ഫോളോ ചെയ്യുന്നത് ഏപ്രിൽ ടു മാർച്ച് എന്ന് പറയുന്ന ആ ഒരു ഫിനാൻഷ്യൽ ഇയർ അല്ലേ. അപ്പം മാർച്ച് എൻഡിലായിരിക്കണം നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത്, ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യേണ്ടത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 56. ബാലൻസ് ഷീറ്റ് ഈസ് പ്രിപ്പയർഡ് അറ്റ് ദ എൻഡ് ഓഫ് ദ അക്കൗണ്ടിങ് പീരിയഡ് ആഫ്റ്റർ ദ പ്രിപ്പറേഷൻ ഓഫ് ഡാഷ്. അപ്പം ബാലൻസ് ഷീറ്റ് നമ്മൾ എന്തിനാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ എന്തൊക്കെ പ്രിപ്പയർ ചെയ്തതിന് ശേഷമാണ് നമ്മൾ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്? ട്രേഡിങ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തതിന് ശേഷമാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്? ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. കാരണം ട്രേഡിങ്ങിലും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലും നമ്മൾ ഡയറക്റ്റ് എക്സ്പെൻസസ് ഇൻകവും ഇൻഡയറക്റ്റ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് ഇൻകവും എല്ലാം എടുത്ത് കാൽക്കുലേറ്റ് ചെയ്ത് ഫേമിൻ്റെ പ്രോഫിറ്റ് ഓർ ലോസ് ആണോ എന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന അക്കൗണ്ടുകളാണ് ഇത് ട്രേഡിങ്ങും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഇത് രണ്ടും അക്കൗണ്ടുകളാണ്. ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്. അപ്പം ഈ രണ്ട് അക്കൗണ്ടിനെ ഫോളോ ചെയ്ത് അവസാനം വരുന്ന സ്റ്റേറ്റ്മെൻറ്റാണ് ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 57. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ബാലൻസ് ഷീറ്റ്. ബാലൻസ് ഷീറ്റിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് പറയുന്നത്. ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നത് എന്താണ്? ബാലൻസ് ഷീറ്റ് ഒന്നാമത് പറയുന്നത് ബാലൻസ് ഷീറ്റ് ഈസ് ഓൺലി എ സ്റ്റേറ്റ്മെൻറ്റ് നോട്ട് ആൻ അക്കൗണ്ട്. നമ്മൾ പറഞ്ഞു ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്, അതൊരു അക്കൗണ്ട് അല്ല. അപ്പം ഒരു കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നത്. സെക്കൻഡ്, ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ഓൺ എ പർട്ടിക്കുലർ ഡേറ്റ് ടു ഷോൺ ദ അസറ്റ് ആൻഡ് ലയബിലിറ്റി ഓൺ ദാറ്റ് ഡേറ്റ്. അപ്പോൾ ഒരു പർട്ടിക്കുലർ ഡേറ്റിലാണ് നമ്മൾ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു ആ ഫിനാൻഷ്യൽ ഇയറിൻ്റെ എൻഡിൽ മാർച്ചിലൊക്കെ ആയിരിക്കും നമ്മൾ ഒരു ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്ത് അസറ്റിൻ്റെ ഫേമിൻ്റെ ഫിനാൻഷ്യൽ പൊസിഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. മൂന്നാമത്തത്, ഇറ്റ് ഈസ് എ ക്ലിയർ പിക്ചർ ഓഫ് ദ ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ്
ദി കൺസേൺ. അപ്പം ബാലൻസ് ഷീറ്റ് നോക്കിയാൽ നമുക്ക് ആ ഫേമിൻ്റെ ക്ലിയർ പിക്ചർ അറിയാൻ പറ്റും. എന്താ പറയുന്നത്, ഈ അസറ്റും ലയബിലിറ്റിയും ഈക്വലായി പോകുന്നുണ്ടോ എന്നുള്ള ഒരു ക്ലിയർ പിക്ചർ നമുക്ക് ബാലൻസ് ഷീറ്റിൽ നിന്ന് അറിയാൻ പറ്റും. നാലാമത്തെ, ഇറ്റ്സ് എഗ്രിമെൻറ്റ് ഈസ് എ പ്രൂഫ് ഓഫ് അരിത്തമെറ്റിക്കൽ ആക്യുറസി ഓഫ് അഡ്ജസ്റ്റ്മെൻറ്റ് മെയ്ഡ് വൈൽ പ്രിപ്പയറിങ് ദ ഫിനാൻഷ്യൽ അക്കൗണ്ട്. അപ്പം നമ്മൾ ഫിനാൻഷ്യൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റുകളും എന്ന് വെച്ചാൽ ട്രേഡിംഗ് അക്കൗണ്ടിലും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലും എടുക്കാത്ത കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റുകൾ കാണും. നമുക്കിപ്പോൾ ഒരു ഔട്ട്സ്റ്റാൻഡിങ് ഇൻകോ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസോ ഒക്കെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ എവിടെയാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്? ബാലൻസ് ഷീറ്റിലാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. അപ്പം അങ്ങനെയുള്ള അഡ്ജസ്റ്റ്മെൻറ്റുകളെല്ലാം ചെയ്ത് അവസാനം എടുക്കുന്ന ആ ഒരു അരിത്തമെറ്റിക്കൽ ആക്യുറസി കാണാൻ വേണ്ടി വരുന്ന സ്റ്റേറ്റ്മെൻറ്റുകളാണ് എന്താണ് ബാലൻസ് ഷീറ്റ്. ഫൈനൽ അക്കൗണ്ടിൽ പ്രിപ്പയർ ചെയ്യുന്ന ടൈമിൽ എടുക്കാത്ത അഡ്ജസ്റ്റ്മെൻറ്റുകളെല്ലാം എവിടെ എടുക്കും? ബാലൻസ് ഷീറ്റിലെടുക്കും. അഞ്ചാമത്തെ പോയിൻ്റ്, ഇറ്റ് ഈസ് എ ഷീറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർഡ് വിത്ത് ദ അക്കൗണ്ട്സ് ഹാവിങ് ബാലൻസ് ക്യാരിഡ് ഔട്ട് ദ നെക്സ്റ്റ് ഇയർ. ആ പോയിന്റിൽ എന്താണ് പറയുന്നത്? നമ്മുടെ ബാലൻസ് ഷീറ്റിൽ അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർഡ് ദ അക്കൗണ്ട് ഹാവിങ് ബാലൻസ് ടു ക്യാരി ടു നെക്സ്റ്റ് ഇയർ. അപ്പം നെക്സ്റ്റ് ഇയറിലേക്ക് ക്യാരി ഫോർവേഡ് ചെയ്യേണ്ട ബാലൻസുകൾ നമ്മൾ എന്താണ് ആ ഒരു ഷീറ്റിൽ കാണിക്കുന്നുണ്ട്. ഇപ്പം ഔട്ട്സ്റ്റാൻഡിങ് ഇൻകം ഉണ്ടെന്ന് വെച്ചാൽ ആ ഇൻകം എമൗണ്ട് നമ്മൾ അടുത്ത വർഷം നമുക്ക് കിട്ടേയുള്ളൂ, ഈ വർഷം നമുക്ക് കിട്ടിയിട്ടില്ല. അങ്ങനെയുള്ള എമൗണ്ടുകൾ നമ്മളിവിടെ കാണിക്കും, ബാലൻസ് ഷീറ്റിൽ കാണിക്കും. സിക്സ്ത് പോയിന്റ്, ഇറ്റ് ഗീവ്സ് എ നോളജ് ഓഫ് നേച്ചർ ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റി. ഒരു ഓർഗനൈസേഷൻ്റെ ഒരു ഫേമിൻ്റെ അസറ്റിൻ്റെയും ലയബിലിറ്റീസിനെയും പറ്റിയുള്ളൊരു ക്ലിയർ നോളജ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നമുക്ക് ഇത്രയും നേരം നമ്മൾ നോക്കിക്കൊണ്ടിരുന്ന ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ബാലൻസ് ഷീറ്റാണ്. നെക്സ്റ്റ് നമ്മൾ എന്താ പറയുന്നത്? 58ാമത്തെ ക്വസ്റ്റ്യൻ, ഒബ്ജക്റ്റീവ് ഓഫ് ബാലൻസ് ഷീറ്റാണ്. അതിലൊന്നാമത്തെ, ടു അസർട്ടൈൻ ദ ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് ദ ബിസിനസ്. എപ്പോഴും പറയുന്നത് തന്നെയാണ്, ബാലൻസ് ഷീറ്റ് നോക്കിയാണ് ഒരു ഫിനാൻഷ്യൽ പൊസിഷൻ നമ്മൾ അസർട്ടൈൻ ചെയ്യുന്നത്. രണ്ടാമത്തെ, ടു അസർട്ടൈൻ ദ നേച്ചർ ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റി ഓഫ് ദ ഫേം. ഒരു ഫേമിൻ്റെ അസറ്റും ലയബിലിറ്റീസിൻ്റെയും നേച്ചർ നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട്. അസറ്റ് കൂടി നിൽക്കുകയാണോ ലയബിലിറ്റി കുറഞ്ഞ് നിൽക്കുകയാണോ എന്നൊക്കെ ബാലൻസ് ഷീറ്റ് നോക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും. സെക്കൻഡ്, തേർഡ് പോയിന്റ്, ടു അസർട്ടൈൻ ദ വർക്കിംഗ് ക്യാപിറ്റൽ ഓൺ ദ ഡേറ്റ് ഓഫ് ബാലൻസ് ഷീറ്റ്. അപ്പം നമുക്ക് ഒരു ബാലൻസ് ഷീറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ നമുക്കറിയാം. വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് വെച്ചാൽ എന്താണ്? ഡേ ടു ഡേ ആക്ടിവിറ്റീസ് നടത്താൻ വേണ്ടി ഒരു ഫേമിൽ ഉണ്ടാവേണ്ട ക്യാപിറ്റലാണ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അത് നമുക്ക് ആ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്ന ഡേറ്റിൽ നമുക്ക് അസർട്ടൈൻ ചെയ്യാൻ പറ്റും. നാലാമത്തെ പോയിന്റ്, ടു നോ എബൌട്ട് ദ സോഴ്സ് ആൻഡ് ആപ്ലിക്കേഷൻ ഓഫ് ഫണ്ട്. നമുക്കൊരു ബാലൻസ് ഷീറ്റ് നോക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും നമ്മുടെ ഫേമിലേക്കുള്ള സോഴ്സ് ഓഫ് ഫണ്ടും നമ്മൾ ആ സോഴ്സ് ഓഫ് ഫണ്ട് എവിടെയൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ടെന്നുള്ളത്. അപ്പം നമുക്ക് എന്താണ്? ടു നോ എബൌട്ട് ദ സോഴ്സ് ആൻഡ് ആപ്ലിക്കേഷൻ ഓഫ് ഫണ്ട്. നെക്സ്റ്റ് ഫിഫ്ത്ത് പോയിന്റ്, ടു അസർട്ടൈൻ ദ എക്സസ് അസറ്റ് ഓവർ എക്സ്റ്റേണൽ ലയബിലിറ്റി. ബാലൻസ് ഷീറ്റ് നോക്കുമ്പോൾ നമുക്ക് എക്സസ് ഓഫ് അസറ്റ് ഓവർ എക്സ്റ്റേണൽ ലയബിലിറ്റിയേക്കാൾ നമ്മുടെ അസറ്റ് എത്ര ഉണ്ട് എന്നുള്ളത്, അസറ്റിന് എന്തെങ്കിലും എക്സസ് ഉണ്ടോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. നെക്സ്റ്റ് പോയിന്റ്, സിക്സ്ത് പോയിന്റ്, ടു അസർട്ടൈൻ ഫണ്ട് ഫ്രം ഓപ്പറേഷൻ ആൻഡ് കാൽക്കുലേറ്റ് ഡിഫറെൻറ്റ് അക്കൗണ്ടിങ് റേഷ്യോ ടു ഇൻഡിക്കേറ്റ് ദ ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് ദി ബിസിനസ്. അപ്പം നമുക്ക് നേരത്തെ നമ്മൾ പ്രോഫിറ്റബിലിറ്റി റേഷ്യോസ് ഒക്കെ കണ്ടുപിടിച്ചില്ലേ? ട്രേഡിംഗ് അക്കൗണ്ടിൽ ഗ്രോസ് പ്രോഫിറ്റ് കണ്ടുപിടിച്ചപ്പം നമ്മളെന്താണ് ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ, P&L അക്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നിന്ന് നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ, ഇതൊക്കെ പലതരം റേഷ്യോസ് നമുക്ക് ഡിറൈവ് ചെയ്യാൻ പറ്റുന്നുണ്ട് ബാലൻസ് ഷീറ്റ് ഉപയോഗിച്ചിട്ട്. അപ്പോൾ റേഷ്യോസ് മെയിനായിട്ട് എന്തിനാണ്? ഒരു കമ്പാരിറ്റീവ് സ്റ്റഡിയൊക്കെ നടത്താൻ വേണ്ടി നമുക്ക് റേഷ്യോസ് കണ്ടുപിടിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ബാലൻസ് ഷീറ്റ്. അടുത്തത്, ഡിഫറൻസ് ബിറ്റ്വീൻ ട്രയൽ ബാലൻസ് ആൻഡ് ബാലൻസ് ഷീറ്റ്. ബാലൻസ് ഷീറ്റിൻ്റെയും ട്രയൽ ബാലൻസിൻ്റെയും തമ്മിലുള്ള ഒരു ഡിഫറൻസാണ് പറയുന്നത്. അപ്പം നമുക്ക് ഓരോന്ന് എന്താണെന്ന് നോക്കാം. ബാലൻസ് ഷീറ്റ്, ട്രയൽ ബാലൻസ്. അപ്പം ട്രയൽ ബാലൻസ് നമുക്കറിയാം. ഒന്നാമത്തെ പോയിന്റ് എന്താ? പ്രിപ്പയർഡ് വിത്ത് ദ ബാലൻസ് ഓഫ് ഓൾ ലെഡ്ജർ അക്കൗണ്ട്സ് ഇൻക്ലൂഡിങ് ദ അക്കൗണ്ട്സ് ഓഫ് എക്സ്പെൻസസ് ആൻഡ് ഇൻകം. അപ്പം ഇവിടെ പറയുന്നത് എന്താണ്? ട്രയൽ ബാലൻസിൽ നമ്മൾ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്തിരുന്നത്? ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്തത് എല്ലാ ലെഡ്ജർ അക്കൗണ്ടിൻ്റെയും ബാലൻസുകൾ എടുത്തിട്ടാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. അവിടെ എന്തൊക്കെ ഇൻക്ലൂഡഡ് ആണ്? എക്സ്പെൻസസും ഇൻകവും അവിടെ ഇൻക്ലൂഡഡ് ആണ്.
ബാലൻസ് ഷീറ്റ് എങ്ങനെയാണ്? ബാലൻസ് ഷീറ്റ് എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് എ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റി. അവിടെ എന്തേ ഉള്ളൂ? അസറ്റ്സ് ആൻഡ് ലയബിലിറ്റി മാത്രമേ ഉള്ളൂ. ഒരു എന്താണ് അസറ്റിൻ്റെയും ലയബിലിറ്റിയും ഓവറോൾ പിക്ചറാണ് നമ്മൾ ബാലൻസ് ഷീറ്റിൽ കൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ട്രയൽ ബാലൻസ് അങ്ങനെയല്ല. എക്സ്പെൻസസും ഇൻകവും എടുത്ത് ഓൾ ലെഡ്ജേഴ്സിൻ്റെ അക്കൗണ്ടിൻ്റെ ബാലൻസ് വെച്ച് പ്രിപ്പയർ ചെയ്യുന്നതാണ് ട്രയൽ ബാലൻസ്. നെക്സ്റ്റ് പോയിന്റ് ട്രയൽ ബാലൻസിൽ ടു ചെക്ക് ദ അരിത്തമെറ്റിക്കൽ ആക്യുറസി. എന്താണ് ബാലൻസ് ഷീറ്റിൽ നമുക്ക് ട്രയൽ ബാലൻസിൽ എന്താണ് നമ്മൾ മനസ്സിലാക്കുന്നത്? അരിത്തമെറ്റിക്കൽ ആക്യുറസിയാണ്. ബാലൻസ് ഷീറ്റിലോ ഷോസ് ദ ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് ദി ഫേമിൻ്റെ ഫിനാൻഷ്യൽ പൊസിഷനാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ക്വസ്റ്റ്യനിൽ ഡാഷ് ഈസ് ദ സ്റ്റേറ്റ്മെൻറ്റ് ടു നോ ദ അരിത്തമെറ്റിക്കൽ ആക്യുറസി എന്ന് പറഞ്ഞാൽ ട്രയൽ ബാലൻസും, ടു ഷോ ദ ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് ദ ഫേം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബാലൻസ് ഷീറ്റുമാണ് ആൻസർ വരേണ്ടത്. അടുത്ത ട്രയൽ ബാലൻസിലെ പോയിന്റ് പ്രിപ്പറേഷൻ ഈസ് നോട്ട് കമ്പൽസറി. ട്രയൽ ബാലൻസ് എന്ന് പറയുന്നത് ഒരു കമ്പൽസറി ആയിട്ട് പ്രിപ്പയർ ചെയ്യേണ്ട ഒരു ബാലൻസ് അല്ല, ഒരു ബാലൻസ് ഷീറ്റ് അല്ല ട്രയൽ ബാലൻസ് എന്ന് പറയുന്നത്. പക്ഷേ ബാലൻസ് ഷീറ്റ് വരുമ്പോഴത്തേക്കോ പ്രിപ്പറേഷൻ ഈസ് കമ്പൽസറി. ഇവിടെ ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്ന ഒരു ഫിനാൻഷ്യൽ ഇയർ എൻഡിൽ നമ്മൾ കമ്പൽസറി ആയിട്ട് പ്രിപ്പയർ ചെയ്യേണ്ട സ്റ്റേറ്റ്മെൻറ്റാണ് ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നത്. ട്രയൽ ബാലൻസ് നോട്ട് എ കമ്പൽസറി ആണ്. ട്രയൽ ബാലൻസ് കമ്പൽസറി ആയിട്ട് പ്രിപ്പയർ ചെയ്യണമെന്ന് എങ്ങും പറഞ്ഞിട്ടില്ല. നെക്സ്റ്റ് പോയിന്റ് ട്രയൽ ബാലൻസിൽ ഇറ്റ് ഡസ് നോട്ട് ഫ്ലറിഷ് ഇൻഫർമേഷൻ റിഗാർഡിങ് ക്ലോസിംഗ് സ്റ്റോക്ക്. ട്രയൽ ബാലൻസിൽ നമുക്ക് ക്ലോസിംഗ് സ്റ്റോക്ക് ഫ്ലറിഷ് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ അതിൻ്റെ എന്തെങ്കിലും കാര്യങ്ങൾ പറയുന്നുണ്ടോ, അത് കണ്ടുപിടിക്കുന്നുണ്ടോ? ഇല്ല. പക്ഷേ ബാലൻസ് ഷീറ്റിൽ പോയിന്റ് ഇൻഫോം റിഗാർഡിങ് വാല്യൂ ഓഫ് ക്ലോസിംഗ് സ്റ്റോക്ക് ആസ് ഓൺ ദ ഡേറ്റ് ഓഫ് ഇറ്റ്സ് പ്രിപ്പറേഷൻ. അപ്പം ബാലൻസ് ഷീറ്റിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ട്? വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ട്. ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ട്. അപ്പം ട്രയൽ ബാലൻസിൽ ക്ലോസിംഗ് സ്റ്റോക്കിനെ പറ്റി പറയുന്നില്ല, ഒരു ഇൻഫർമേഷനും ഇല്ല. പക്ഷേ ബാലൻസ് ഷീറ്റിൽ ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ വാല്യൂ നമ്മൾ ഒരു പർട്ടിക്കുലർ പീരീഡ് എൻഡിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ട്രയൽ ബാലൻസിൽ ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ഫ്രീക്വൻ്റ്ലി സംടൈംസ് പ്രിപ്പയർഡ് ഓൺ ഡെയിലി ബേസിസ്. നമുക്ക് ട്രയൽ ബാലൻസ് ഇടയ്ക്കിടയ്ക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം. ലെഡ്ജർ അക്കൗണ്ടിൻ്റെ ബാലൻസുകൾ കറക്റ്റ് ആണോ എന്നൊക്കെ അറിയാൻ വേണ്ടി നമുക്കൊരു ഡെയിലി ബേസിസിലോ അല്ലെങ്കിൽ ഒരു മന്ത്ലി, ഫ്രീക്വൻ്റ്ലി, ക്വാർട്ടർലിയൊക്കെ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യാം. പക്ഷേ ബാലൻസ് ഷീറ്റ് അങ്ങനെയല്ല. ഇറ്റ് ഈസ് യൂഷ്വലി പ്രിപ്പയർഡ് ആനുവലി. ഒരു ആനുവൽ ഇയർ എൻഡിലാണ് നമ്മൾ ഒരു വർഷത്തിൽ ഒരിക്കൽ മാത്രം പ്രിപ്പയർ ചെയ്യുന്നതാണ് ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ മെയിൻ ഡിഫറൻസ് നമ്മൾ പഠിച്ച് ബാലൻസ് ഷീറ്റിൻ്റെയും ട്രയൽ ബാലൻസിൻ്റെയും ഡിഫറൻസ് ആണ് നമ്മൾ പഠിച്ചത്. ഇപ്പോൾ ട്രയൽ ബാലൻസ് എന്ന് പറയുമ്പം ഒരു എനി ടൈം പ്രിപ്പയർ ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് ട്രയൽ ബാലൻസ് എന്ന് പറയുന്നത്. ഈ ട്രയൽ ബാലൻസിൽ നമ്മൾ എല്ലാ പേഴ്സണൽ അക്കൗണ്ട്സും റിയൽ അക്കൗണ്ടും നോമിനൽ അക്കൗണ്ടും അവിടെ എടുക്കും. ഇപ്പോൾ പേഴ്സണൽ അക്കൗണ്ട് എന്ന് പറയുന്നത് എന്താണ്? ഒരു കമ്പനിയുടെ അക്കൗണ്ട് ആവാം, ഒരു പേഴ്സൻ്റെ അക്കൗണ്ട് ആവാം. റിയൽ അക്കൗണ്ട് എന്ന് പറയുന്നത് എന്താണ്? അസറ്റുകളാണ്. ഒരു ഫേമിൻ്റെ അസറ്റുകളെ കാണിക്കുന്ന അക്കൗണ്ടുകളാണ് റിയൽ അക്കൗണ്ട് എന്ന് പറയുന്നത്. നോമിനൽ അക്കൗണ്ട്സ് എന്ന് പറയുന്നത് എന്താണ്? എല്ലാ എക്സ്പെൻസസും ഇൻകവും. നമുക്കറിയാം ട്രയൽ ബാലൻസിൽ നമ്മൾ എല്ലാ എക്സ്പെൻസസും ഇൻകവും അവിടെ എടുക്കുന്നുണ്ട്. സോ ഈ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് അക്കൗണ്ട്സിൽ പേഴ്സണൽ അക്കൗണ്ട്, റിയൽ അക്കൗണ്ട്, നോമിനൽ അക്കൗണ്ട് എല്ലാം നമ്മളവിടെ കാണിക്കുന്നുണ്ട് ട്രയൽ ബാലൻസിൽ. അപ്പോൾ ഇത് അരിത്തമെറ്റിക്കൽ ആക്യുറസി ഓഫ് ദി ലെഡ്ജേഴ്സ് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് ട്രയൽ ബാലൻസ് എടുക്കുന്നത്. പിന്നെന്താണ്? ബാലൻസ് ഷീറ്റിൻ്റെ ഒരു ബേസ് ഫോമാണ് ട്രയൽ ബാലൻസ് എന്ന് പറയുന്നത്. ബാലൻസ് ഷീറ്റ് എന്താണ്? ഒരു പർട്ടിക്കുലർ ഡേറ്റിലാണ് പ്രിപ്പയർ ചെയ്യുന്നത്. ഒരു ഏപ്രിൽ ടു മാർച്ച് എന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ പീരീഡ് കാണും. അവിടെ എന്ത് അക്കൗണ്ടുകൾ മാത്രമേ എടുക്കുകയുള്ളൂ? പേഴ്സണൽ അക്കൗണ്ട്സ് മാത്രമേ നമ്മൾ എടുക്കത്തുള്ളൂ. പേഴ്സണൽ അക്കൗണ്ട്, റിയൽ അക്കൗണ്ടും. നോമിനൽ അക്കൗണ്ട് എടുക്കില്ല. ബാലൻസ് ഷീറ്റിൽ എന്തെടുക്കില്ല? നോമിനൽ അക്കൗണ്ട്. കാരണം നോമിനൽ അക്കൗണ്ടിൽ വരുന്നത് എക്സ്പെൻസസ് ഇൻകം ആണ്. അത് നമ്മൾ എവിടെ എടുത്തു? ട്രയൽ ബാലൻസിൽ എടുക്കുന്നത് കൊണ്ട് ഇവിടെ പേഴ്സണൽ അക്കൗണ്ടും റിയൽ അക്കൗണ്ടും മാത്രം. ഒരു പേഴ്സൻ്റെ അക്കൗണ്ട്, കമ്പനിയുടെ അക്കൗണ്ട്. റിയൽ അക്കൗണ്ട് മീൻസ് അസറ്റ്സ് അക്കൗണ്ടുകളെ എടുക്കുകയുള്ളൂ. ഫിനാൻഷ്യൽ പൊസിഷൻ്റെ അല്ലെങ്കിൽ ഒരു ഫേമിൻ്റെ സ്റ്റാറ്റസ് എന്താണ്, അസറ്റിൻ്റെ ലയബിലിറ്റിയുടെ സ്റ്റാറ്റസ് എന്താണെന്ന് അറിയാൻ വേണ്ടിയാണ് ബാലൻസ് ഷീറ്റ്. ആഫ്റ്റർ ട്രയൽ ബാലൻസ് വി പ്രിപ്പയർ ബാലൻസ് ഷീറ്റ്. ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നത് എങ്ങനെയാണ്? ട്രയൽ ബാലൻസിന് ശേഷമാണ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ അതാണ് ആ ഡിഫറൻസ് ബിറ്റ്വീൻ ട്രയൽ ബാലൻസ് ആൻഡ് ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 16. അത് ഡിഫറൻസ് ബിറ്റ്വീൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ്. അപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെയും ബാലൻസ് ഷീറ്റിൻ്റെയും ഡിഫറൻസ് ആണ് പറയുന്നത്.
ഫസ്റ്റ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലെ ഫസ്റ്റ് പോയിന്റ് ഒൺലി നോമിനൽ അക്കൗണ്ട്സ് ആർ എൻറ്റേർഡ് ഇൻ ഇറ്റ്. അപ്പോൾ നോമിനൽ അക്കൗണ്ട് നമ്മൾ പഠിച്ചു. എന്തൊക്കെയാണ് നോമിനൽ അക്കൗണ്ട്സ് എന്ന് പറയുന്നത്? എക്സ്പെൻസസ് ആൻഡ് ഇൻകം. എക്സ്പെൻസസ് ഇൻകവും വരുന്ന അക്കൗണ്ടുകളാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നമ്മൾ എടുക്കുന്നത്. ആ നേച്ചറിൽ വരുന്ന നോമിനൽ. ഇപ്പം 3 ടൈപ്പ് ഓഫ് അക്കൗണ്ടിൽ നോമിനൽ അക്കൗണ്ട്സുകൾ മാത്രം, അതായത് എക്സ്പെൻസസ് ആൻഡ് ഇൻകം മാത്രം കാണിക്കുന്ന അക്കൗണ്ടാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ബാലൻസ് ഷീറ്റ് എന്താണ്? അക്കൗണ്ട്സ് ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റി ആർ എൻറ്റേർഡ്. അപ്പോൾ ബാലൻസ് ഷീറ്റിൻ്റെ നമുക്കറിയാം, ലെഫ്റ്റ് സൈഡിൽ ലയബിലിറ്റി സൈഡും റൈറ്റ് സൈഡ് അസറ്റ് സൈഡുമാണ്. അവിടെ നമ്മൾ അസറ്റ്സുകളും ലയബിലിറ്റീസും മാത്രമേ, ഒരു ഫേമിൻ്റെ അസറ്റുകളും ലയബിലിറ്റീസും മാത്രമേ അവിടെ എൻട്രി ചെയ്യുള്ളൂ. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ അടുത്ത പോയിന്റ്, ടു അസർട്ടൈൻ ദ നെറ്റ് പ്രോഫിറ്റ് ഓർ നെറ്റ് ലോസ് ഓഫ് ദ ബിസിനസ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ എൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് നമുക്കറിയാം നെറ്റ് പ്രോഫിറ്റും നെറ്റ് ലോസുമാണ്. പക്ഷേ ബാലൻസ് ഷീറ്റ് എങ്ങനെയാണ്? ടു അസർട്ടൈൻ ദ ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് ദ ബിസിനസ്സിൻ്റെ ഫിനാൻഷ്യൽ പൊസിഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയാണ്. അതൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പം ആ സ്റ്റേറ്റ്മെൻറ്റ് വെച്ച് ബിസിനസ്സിൻ്റെ ഫിനാൻഷ്യൽ പൊസിഷൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. നെക്സ്റ്റ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ആസ് ആൻ അക്കൗണ്ട്. ഒരു അക്കൗണ്ടിന് ഒരു റൂളുകളും ഗൈഡ് ലൈനും ഒക്കെ ഫോളോ ചെയ്തുകൊണ്ട് പ്രിപ്പയർ ചെയ്യുന്ന അക്കൗണ്ടാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം, ഇറ്റ് ഈസ് എ സ്റ്റേറ്റ്മെൻറ്റ്. നെക്സ്റ്റ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഇറ്റ് ഷോസ് വൺ അക്കൗണ്ട് ഓഫ് ബാലൻസ് വിച്ച് ഈസ് എയ്തർ പ്രോഫിറ്റ് ഓർ ലോസ്. അപ്പം ഇത് നമുക്ക് ഒരു റിസൾട്ട് ഉണ്ട്, അത് എയ്തർ പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്ന് നമുക്ക് അറിയാൻ പറ്റും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ. ബാലൻസ് ഷീറ്റ് എങ്ങനെയാണ്? ഇറ്റ് ഡസ് നോട്ട് ഷോസ് എനി ബാലൻസ്. അവിടെ ബാലൻസുകളൊന്നും കാണിക്കുന്നില്ല. ദ ടോട്ടൽ അസറ്റ് സൈഡ് ആൻഡ് ലയബിലിറ്റി സൈഡ് ആർ ആൾവേസ് ഈക്വൽ. അസറ്റ് സൈഡും ലയബിലിറ്റി സൈഡും നമുക്ക് എന്തായി വരണം? ഈക്വൽ ആയിട്ട് വരണം. എങ്കിലേ അതൊരു ബെറ്റർ പൊസിഷനിലാണെന്ന് പറയാൻ പറ്റും ആ ഫേം. ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡും ലയബിലിറ്റി സൈഡും ഈക്വൽ ആയി എന്ന് കണ്ടു കഴിഞ്ഞാൽ ആ കമ്പനിയുടെ എല്ലാ അക്കൗണ്ടുകളും കറക്റ്റ് ഫോർമാറ്റിലാണ്, അല്ലെങ്കിൽ കറക്റ്റ് ഫോമിലാണ്, അല്ലെങ്കിൽ ഒരു ബെറ്റർ ഫിനാൻഷ്യൽ പൊസിഷനാണ് ആ കമ്പനി ലീഡ് ചെയ്യുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അത്രയാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 61. ഇൻ എ ബാലൻസ് ഷീറ്റ് ഐറ്റംസ് ഷോൺ ഇൻ ദ ലെഫ്റ്റ് സൈഡ് ആർ കോൾഡ്. അപ്പം ഒരു ലെഫ്റ്റ് സൈഡിൽ കാണിക്കുന്ന ഐറ്റംസ് എന്തൊക്കെയാണ് ബാലൻസ് ഷീറ്റിൽ? അപ്പോൾ T ഷേപ്പ് ഫോർമാറ്റിൽ തന്നെയാണ് അതും വരയ്ക്കുന്നത്. അപ്പം ലെഫ്റ്റ് സൈഡ് എന്ന് പറയുന്നത് ലയബിലിറ്റി സൈഡാണ്, റൈറ്റ് സൈഡ് എന്ന് പറയുന്നത് അസറ്റ് സൈഡാണ്. അപ്പം ലെഫ്റ്റ് സൈഡിൽ എന്താണ്? എല്ലാ അസറ്റുകളും ക്യാപിറ്റൽ അല്ലെങ്കിൽ നെറ്റ് വർത്തും ലയബിലിറ്റി ആയിട്ടാണ് നമ്മൾ ബാലൻസ് ഷീറ്റിൽ കാണിക്കുന്നത്. അപ്പം ലെഫ്റ്റ് സൈഡിൽ ലയബിലിറ്റീസ് ആൻഡ് ക്യാപിറ്റലാണ് നമ്മൾ ലെഫ്റ്റ് സൈഡിൽ കാണിക്കുന്നത്. അപ്പം അടുത്ത ക്വസ്റ്റ്യൻ 62. ദ റൈറ്റ് സൈഡ് ഓഫ് ദ ബാലൻസ് ഷീറ്റ് ഷോസ്. അപ്പോൾ റൈറ്റ് സൈഡിൽ എന്താണ് കാണിക്കുന്നത്? ലെഫ്റ്റ് സൈഡിൽ ലയബിലിറ്റി കാണിച്ചു, റൈറ്റ് സൈഡിൽ അസറ്റ് കാണിക്കും. അപ്പം അതിന് കുറച്ച് ഫോർമാറ്റുകളുണ്ട്. നമ്മൾ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ലിക്വിഡിറ്റി ഫോർമാറ്റിൽ വരുന്നതെല്ലാം ആദ്യം കാണിച്ച് താഴോട്ട് ലിക്വിഡേഷൻ കുറഞ്ഞു വരുന്ന ആ ഒരു ഫോർമാറ്റുണ്ട്. ഇപ്പോൾ ലെഫ്റ്റ് സൈഡ് ലയബിലിറ്റി സൈഡാണെന്ന് പറഞ്ഞു. അപ്പോൾ ആദ്യം അവിടെ നമ്മൾ കൊടുക്കുന്നത് കറണ്ട് ലയബിലിറ്റീസുകളാണ്. കറണ്ട് ലയബിലിറ്റീസ് എന്ന് പറയുമ്പം ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ്, ബിൽ പേയബിൾ, ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ്, ക്രെഡിറ്റേഴ്സ്, സൺട്രി ക്രെഡിറ്റേഴ്സ്, ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ്, അതെല്ലാം കറണ്ട് ലയബിലിറ്റീസിൻ്റെ കൂടെ വരും. അത് കഴിഞ്ഞ് അതിൻ്റെ താഴെ അടുത്തൊരു പാർട്ടായിട്ടാണ് ലോങ് ടേം ലയബിലിറ്റീസ് വരുന്നത്, പിന്നെയാണ് ക്യാപിറ്റൽസ് വരുന്നത്. അപ്പം ഒരു ലിക്വിഡിറ്റി ഒരു ആദ്യം കൊടുത്തത് ഷോർട്ട് ടേമിലേക്കുള്ളതെല്ലാമാണ് ആദ്യം വരുന്നത്. അസറ്റ് സൈഡ്, അതായത് റൈറ്റ് സൈഡ് അസറ്റ് സൈഡിലും എങ്ങനെയാണ് വരുന്നത്? ആദ്യം കറണ്ട് അസറ്റുകൾ വരും. അപ്പോൾ എന്താണ് ഒരു ഫേമിനെ സംബന്ധിച്ചിടത്തോളം കറണ്ട് അസറ്റ്സ് എന്ന് പറയുന്നത്? ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് അറ്റ് ബാങ്ക്, ബിൽ റിസീവബിൾ, ഡെറ്റേഴ്സ്, പ്രീപെയ്ഡ് എക്സ്പെൻസസ്, അക്രൂഡ് ഇൻകം. അത് കഴിഞ്ഞ് ശേഷം എന്ത് വരുള്ളൂ? ഫിക്സഡ് അസറ്റുകൾ വരുള്ളൂ. അപ്പോൾ ക്ലോസിംഗ് സ്റ്റോക്കും എന്താണ്? ഒരു അസറ്റ് തന്നെയാണ് ഫേമിനെ സംബന്ധിച്ചിടത്തോളം. ഇത് ഇത്രയാണ് അസറ്റ് സൈഡിൽ വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 63. ദ അസറ്റ് വിച്ച് ആർ in the form of cash or which can be converted into cash within a year is known as. അപ്പം ഒരു അസറ്റ് അത് നമുക്കൊരു വിത്തിൻ എ ഇയറിനുള്ളിൽ ക്യാഷായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന അസറ്റുകളെ പറയുന്ന പേരെന്താണെന്നാണ് പറയുന്നത്. അപ്പോൾ എന്താണ്? കറണ്ട് അസറ്റ്. നമ്മൾ ബാലൻസ് ഷീറ്റിൽ റൈറ്റ് സൈഡിൽ അസറ്റ് എന്ന് എഴുതി അതിൻ്റെ താഴെ ലിക്വിഡ് ഒരു വർഷത്തിനുള്ളിൽ ക്യാഷാക്കി കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന അസറ്റുകളാണ് എഴുതുന്നതെന്ന് പറഞ്ഞു ആദ്യം. അതാണ് കറണ്ട് അസറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 64. കറണ്ട് അസറ്റ് ഇൻക്ലൂഡ്സ്. നമ്മൾ പറഞ്ഞു കറണ്ട് അസറ്റിൽ എന്തൊക്കെ എഴുതുന്നുണ്ട്?
നമ്മളെ കറണ്ട് അസറ്റിൽ ഇമ്മീഡിയറ്റ് ക്യാഷാക്കി മാറ്റേണ്ട കാര്യങ്ങളാണ് ഒരു ഫേമിൽ. അപ്പോൾ ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് അറ്റ് ബാങ്ക്, ബിൽസ് റിസീവബിൾ, ഡെറ്റേഴ്സ്, ക്ലോസിംഗ് സ്റ്റോക്ക്. പിന്നെന്താ പ്രീപെയ്ഡ് എക്സ്പെൻസസ് എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. പ്രീപെയ്ഡ് എക്സ്പെൻസസ് വിച്ച് represents expenses paid in advance for receiving to the service in future. അപ്പം ഒരു ഫ്യൂച്ചറിൽ റിസീവ് ചെയ്യേണ്ട സർവീസിന് നമ്മൾ പേയ്മെൻറ്റ് എന്ത് ചെയ്തു, ഓൾറെഡി നമ്മൾ പേ ചെയ്തു. അതിനെയാണ് പ്രീപെയ്ഡ് എക്സ്പെൻസസ് എന്ന് പറയുന്നത്. എക്സ്പെൻസസ് മുൻകൂട്ടി പേ ചെയ്യുവാണ് ഇവിടെ. ഇതുകൊണ്ട് തന്നെ ഇത് കമ്പനിക്ക് ഒരു അസറ്റായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡിലാണ് പ്രീപെയ്ഡ് എക്സ്പെൻസ് കാണിക്കുന്നത്. എക്സ്പെൻസ് മുൻകൂട്ടി പേ ചെയ്തേക്കുവാണ്, പക്ഷേ അതിൻ്റെ ബെനിഫിറ്റ് നമുക്ക് കിട്ടിയോ ഇല്ല. അപ്പോൾ പ്രീപെയ്ഡ് എക്സ്പെൻസസ് P&L അക്കൗണ്ടിലും വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ പ്രീപെയ്ഡ് എക്സ്പെൻസ് എന്ന് പറഞ്ഞ സംഭവം ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രി ആയിട്ടാണ് വരുന്നത്. അപ്പോൾ അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രി നമുക്ക് രണ്ട് ഇതിലെടുക്കണം. ഒന്ന് P&L അക്കൗണ്ടിലും എടുക്കണം, ബാലൻസ് ഷീറ്റിലും എടുക്കണം. അപ്പം P&L അക്കൗണ്ടിൽ ഇത് എന്താ ചെയ്യേണ്ടത്, പ്രീപെയ്ഡ് എക്സ്പെൻസ് സെർട്ടൺ ഇപ്പോൾ ഒരു കമ്മീഷൻ പെയ്ഡ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൽ നിന്നും എന്ത് ചെയ്യാണ് ചെയ്യുന്നത്, ലെസ് ചെയ്ത് കാണിക്കും. പ്രീപെയ്ഡ് എക്സ്പെൻസ് ലെസ് ചെയ്ത് എവിടെ കാണിക്കും, P&L അക്കൗണ്ടിൽ കാണിക്കും. പിന്നെന്താ ബാലൻസ് ഷീറ്റിൽ ഈ പ്രീപെയ്ഡ് എക്സ്പെൻസ് നമ്മൾ എവിടെ കാണിക്കും, അസറ്റ് സൈഡിലാണ് കാണിക്കുന്നത്. എങ്ങനെ പ്രീപെയ്ഡ് എക്സ്പെൻസ് ഡെബിറ്റ് ചെയ്ത എക്സ്പെൻസസ് ക്രെഡിറ്റ് ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ എൻട്രി എങ്ങനെ, അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രി വരുന്നത് എങ്ങനെയാണ്, പ്രീപെയ്ഡ് എക്സ്പെൻസസ് നമ്മൾ ഡെബിറ്റ് ചെയ്യണം, എക്സ്പെൻസസിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്യണം. ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡിലും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ കൺസേൺഡ് എക്സ്പെൻസസിൽ നിന്ന് ലെസ് ചെയ്താണ് കാണിക്കേണ്ടത് പ്രീപെയ്ഡ് എക്സ്പെൻസ്. അപ്പോൾ പ്രീപെയ്ഡ് എക്സ്പെൻസ് ഒരു ഒരു ഫേമിനെ സംബന്ധിച്ചിടത്തോളം അസറ്റാണ്. നമുക്ക് സർവീസ് നമുക്ക് കിട്ടി, പക്ഷേ പേയ്മെൻറ്റ് നമ്മൾ ചെയ്തിട്ടില്ല. അപ്പം അതാണ് പ്രീപെയ്ഡ് എക്സ്പെൻസ്. നെക്സ്റ്റ് ഐറ്റം ഔട്ട്സ്റ്റാൻഡിങ് or accrued income, the income which has been earned but not yet received or has not become due. അപ്പം ഇവിടെ എന്താണ്, ഒരു ഔട്ട്സ്റ്റാൻഡിങ് ഓർ അക്രൂഡ് ഇൻകത്തെ പറ്റിയാണ് പറയുന്നത്. ഇത് സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൊരു ഫേമിൽ കുറച്ച് ഗുഡ്സ് കസ്റ്റമർക്ക് വിറ്റു, പക്ഷേ എന്ത് ചെയ്തില്ല, ആ വിറ്റ തുക നമുക്ക് കിട്ടിയിട്ടില്ല. അപ്പം ഇൻകം നോട്ട് റിസീവ്ഡ് ആണ്. സോ ഇറ്റ് ഈസ് എ കറണ്ട് അസറ്റ്. നമുക്ക് അതൊരു കറണ്ട് അസറ്റാണ്. ഇൻകം ഏൺഡ് ബട്ട് നോട്ട് റിസീവ്ഡ് എന്നാണ് ഈ അക്രൂഡ് ഇൻകത്തിൻ്റെ ഒരു മീനിങ് എന്ന് പറയുന്നത്. എക്സാമ്പിളായിട്ട് പറയുമ്പോൾ ഈ വർഷം കമ്പനിക്ക് ഒരു 50,000 രൂപ കമ്മീഷൻ കിട്ടാനുണ്ട്. അതിൽ 40,000 രൂപ നമ്മൾ റിസീവ് ചെയ്തു, ഇനി ഒരു 10,000 രൂപ നമുക്ക് കിട്ടാനുണ്ട്. അതൊരു അക്രൂഡ് ഇൻകം ആണ്. ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ബാലൻസ് ഷീറ്റിലും P&L അക്കൗണ്ടിലും വരും, കാരണം ഇതൊരു അഡ്ജസ്റ്റ്മെൻ്റ് ആയിട്ടാണ് കാണിക്കുന്നത്. അപ്പം P&L എങ്ങനെയാണ് വരുന്നത്, P&L അക്കൗണ്ടിൽ ക്രെഡിറ്റ് സൈഡിൽ കമ്മീഷൻ റിസീവ്ഡിൻ്റെ കൂടെ 50,000 രൂപയിലായിരുന്നു. അപ്പോൾ കമ്മീഷൻ റിസീവ്ഡിൻ്റെ കൂടെ ഈ കിട്ടിയ 40,000 നമുക്ക് കിട്ടി. ഇനി ഔട്ട്സ്റ്റാൻഡിങ് ഇൻകം എത്രയുണ്ട്, 10,000 ഉണ്ട്. അപ്പം ക്രെഡിറ്റ് സൈഡിൽ P&L അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിൽ 40,000 കൂടെ 10,000 ആഡ് ചെയ്ത് 50,000 ഔട്ടർ കോളത്തിൽ കാണിക്കും. ബാലൻസ് ഷീറ്റിൽ അടുത്ത വർഷം ഈ എമൗണ്ട് കിട്ടുമല്ലോ, അതുകൊണ്ട് നമ്മളത് അസറ്റ് സൈഡിൽ അക്രൂഡ് ഇൻകമായിട്ട് ഈ 10,000 രൂപ, അത്രയാണ് ഔട്ട്സ്റ്റാൻഡിങ് ഇൻകം. ആ 10,000 രൂപയാണ് നമ്മൾ കാണിക്കുന്നത് ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിൽ. സോ അതാണ് ഔട്ട്സ്റ്റാൻഡിങ് ഓർ അക്രൂഡ് ഇൻകം എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 65. ദ അസറ്റ് ദാറ്റ് നോട്ട് മെൻറ്റ് ഫോർ റീസെയിൽ ബട്ട് ആർ ഹെൽഡ് ഓൺ ദ ലോങ് ടേം ബേസ് ഇൻ ദ ബിസിനസ് ആർ. ഇപ്പോൾ ഒരു അസറ്റ് ഒരു ബിസിനസ്സിൽ ലോങ് ടേമിലേക്ക് വെച്ചേക്കുവാണെങ്കിൽ, റീസെയിൽ നടത്താതെ ലോങ് ടേമിലേക്ക് വെച്ചേക്കുവാണെങ്കിൽ അതിന് പറയുന്ന പേരാണ് ഫിക്സഡ് അസറ്റ്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എക്സാമ്പിൾസ് 66. എക്സാമ്പിൾസ് ഓഫ് ഫിക്സഡ് അസറ്റ്. എന്തൊക്കെയാണ് ഫിക്സഡ് അസറ്റിൻ്റെ എക്സാമ്പിൾ? ലാൻഡ്, ബിൽഡിങ്, മെഷീനറി, ഫർണിച്ചർ, ഇതൊക്കെയാണ് ഒരു ഫിക്സഡ് അസറ്റിൻ്റെ എക്സാമ്പിൾസ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഇത്ര ക്വസ്റ്റ്യനേ ഉള്ളൂ. താങ്ക് യു.